ചെങ്ങായിമാരെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ല കുറച്ച് വീഡിയോസ് കാണിച്ചു തരട്ടാ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇന്ത്യയിൽ BJP ഉണ്ടല്ല അവരിങ്ങനെ വളരുന്നുവെന്ന്. അതായത് വോട്ട് ജോലി കൊണ്ട് മാത്രമല്ല BJP ഇന്ത്യയിൽ വളർന്നത്. എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കാത്ത മനുഷ്യന്മാരല്ലേ, അവരെ കൊണ്ടാണ്, ആ ടീമിനെ കൊണ്ടാണ് BJP ഉണ്ടല്ല ഇങ്ങനെ ഇന്ത്യയിൽ വളരുന്നത്. അത്ര ആൾക്കാരെ കാണാൻ വേണ്ടി നമ്മളുണ്ടല്ല ഉത്തരേന്ത്യയിലേക്ക് ഒന്നും പോകണ്ട. നമ്മളെ കേരളത്തിലുണ്ടല്ല ഇപ്പൊ നമ്മളെ കേരളത്തിലും അത്തരം ബോധവും വിവരമില്ലാത്ത ടീമുണ്ടല്ല ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബോധവും വിവരമില്ലാത്ത ഒരു ശരാശരി ചാണക സംഖ്യ ഉണ്ടല്ല, ഒരു സംഖ്യ അടിമ, ആ സംഖ്യ അടിമയെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അതായത് ആ ചാണക അടിമ എന്താ പറയുന്നറിയാം, ഇന്ത്യയിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിച്ചതുണ്ടല്ല അത് മോദിജി കാരണമല്ലോ, ട്രംപാണ് പോലും ഇതിന്റെയൊക്കെ വില വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കുണ്ടല്ല ഒരു ശരാശരി ചാണക സംഖ്യ, കേരളത്തിലെ ഒരു ശരാശരി ചാണക സംഖ്യ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വാഭാവികമായിട്ടും യുദ്ധം വലിയ പ്രശ്നമല്ല, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. ആദ്യം ട്രംപിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം, എന്നാലേ വല്ല കാര്യം നടക്കത്തുള്ളൂ. ചേട്ടാ ഇനി 200 രൂപ ആയാലും നമ്മൾ അടിച്ചേ പറ്റൂ. 220 രൂപയുടെ വെളിച്ചെണ്ണയായിരുന്നു, ഇപ്പൊ 450 രൂപയായി. ചേട്ടാ ഉപയോഗിക്കുന്നില്ലയോ? അതേപോലെ എനിക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഈ പറയുന്ന 117 രൂപ സംതിങ് രൂപ ഒരു ലിറ്ററിനായിട്ടുണ്ട്. മിനിമം എനിക്ക് തോന്നുന്നൊരു 125 രൂപ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഹോർമോസ് കടലിന്റെ പ്രശ്നമാണ് ഇരുന്നേക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സർക്കാരിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അവിടെ കൂടുമ്പോൾ ഇവിടെയും കൂടും, അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമല്ല, സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ബിസിനസ്സുകാരനെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാര്യം ഒന്നുമില്ല, നാച്ചുറലാണത്. ഇത് സംഭവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാര്യം ചെയ്തത്. ഇവിടെ ഇന്ത്യ വില കൂടണം, ഇന്ത്യ നശിപ്പിക്കണം. ഇതിന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ ഇവിടെ കാശ് കൊടുത്ത പെട്രോൾ കിട്ടുന്നുണ്ട്, കിട്ടാത്ത രാജ്യങ്ങളുണ്ട്, ചുറ്റുള്ള സ്ഥലങ്ങൾ നോക്ക്, ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അത് ഏറ്റവും വലിയ കാര്യമായിട്ട് നോക്കുക, നമ്മുടെ സർക്കാരിനെ അംഗീകരിക്കുക. നിങ്ങൾ എനിക്കുണ്ടല്ല ഇതിലും വലിയൊരു ചാണക സംഖ്യ അടിമയില്ലേ, അങ്ങനെ ഒരാളെ കാണിച്ചാൽ നിങ്ങൾക്കുണ്ടല്ല നിങ്ങൾ പറയുന്ന സാധനം ഞാൻ വാങ്ങിത്തരൂ. ഈ വില കൂടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നമേ അല്ല, അതായത് BJP അല്ല വില കൂടുന്നത്, ട്രംപും പിന്നെ നമ്മൾ ഹോർമസ് കടലെടുക്കില്ലേ, ആ രണ്ടാളും കൂടിയാണ് ഈ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് ഈ ചങ്ങായി പറയുന്നത്. കുറച്ചു കാലം മുന്നേ ഉണ്ടല്ല ക്രൂഡ് ഓയിലിന്റെ വില നല്ലോണം താന്നില്ലേ, അപ്പോഴും നമ്മൾ ഇന്ത്യയിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ല ട്രംപ് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ ഇതുപോലുള്ള ചാണക സംഖ്യ അടിമകളുണ്ടല്ല നമ്മളെ കേരളത്തിൽ, നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴെന്താ പറയുന്നറിയാം, കേരളത്തിൽ BJP കണ്ടല്ല 3 സീറ്റില്ലേ, 3 സീറ്റ് കിട്ടിയില്ലേ ഒരു അത്ഭുതമില്ല. ശരിക്കും പറഞ്ഞ് ഇതുപോലുള്ള സംഖ്യ അടിമകളുണ്ടല്ലേ 10 സീറ്റില്ലേ, കുറഞ്ഞത് 10 സീറ്റെങ്കിലും BJP കിട്ടേണ്ടതാണ്. ഇമാതിരി തലയിൽ ചാണകമുള്ള ടീം എത്ര എണ്ണം കേരളത്തിൽ ഉണ്ടെന്ന് അറിയാം. ഇനി നമുക്ക് തൽക്കാലം ഉണ്ടല്ല കേരളത്തിൽ നേരിണ്ടല്ല ഉത്തരേന്ത്യയിലേക്ക് പോവാം. ഉത്തരേന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ. അതായത് BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രം വരെ ഒന്ന് പോകാം. സംഖ്യകൾ എപ്പോഴും പറയാറ് സംഖ്യകൾ ഭരണത്തിലൊന്നല്ലേ, അമ്പലങ്ങളില്ലേ, അമ്പലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംഭവമാക്കുന്നല്ലേ. എന്നാൽ ഈ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിലുണ്ടല്ല അവിടെയുള്ള സാധാരണ ഭക്തർക്കുണ്ടല്ല പ്രവേശനം കിട്ടുന്നില്ല. അവിടെ VIP VIP സംഖ്യകൾ, അവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അതായത് സാധാരണ ഹിന്ദു ഭക്തരുണ്ടല്ല ആ അമ്പലത്തിൽ ദർശനം കിട്ടാതെ അവിടെ ഉണ്ടല്ല കഷ്ടപ്പെടുകയാണ്. അതിന്റെ പേരിൽ കേദാർനാഥ് ക്ഷേത്രത്തിലുണ്ടല്ല സാധാരണ ഭക്തരല്ലേ അവർ വമ്പിച്ച പ്രശ്നം ഉണ്ടാക്കിയെന്ന്. പക്ഷെ നമ്മളെ കേരളത്തിലെ മീഡിയ ഉണ്ടല്ല അതൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഞാനുണ്ടല്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഹിന്ദിയിലാണ്. എന്നാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. केदारनाथ मंदिर समिति मुर्दाबाद मुर्दाबाद वीआईपी दर्शन बंद करो वीआईपी दर्शन बंद करो अरे बंद करो भाई बंद करो वीआईपी दर्शन बंद करो बंद करो भाई बंद करो वीआईपी दर्शन बंद करो बंद करो भाई बंद करो वीआईपी दर्शन बंद करो हर चीज को धंधा बना दिया इन लोगों ने। कितने टाइम हो गया आपको? ये लोग वीआईपी दर्शन करा रहे हैं 3 बजे से 5 बजे की आइन पे दिखाओ। നിങ്ങൾ കണ്ടല്ലോ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ ഹിന്ദു ഭക്തരുടെ അവസ്ഥ. അവിടെയുള്ള 10-20 മണിക്കൂറുണ്ടല്ല ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന അവിടുത്തെ ഹിന്ദു ഭക്തര്. നേരെ മറിച്ച് BJP-ക്കാരുണ്ടല്ല സംഘി VIP-കൾ ഒരു ക്യൂ ഇല്ലാതെ നേരെ കയറി ദർശനം കഴിഞ്ഞങ്ങ് പോകുകയെന്ന്. അതും എവിടെ ഇതൊക്കെ നടക്കുന്നറിയാം, പള്ളി പൊളിച്ചിട്ട് അവിടെയൊക്കെ അമ്പലങ്ങൾ വരാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സംഖ്യകളില്ലേ, ആ സംഖ്യകൾ ഭരിക്കുന്ന സ്ഥലത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതായത് യഥാർത്ഥ ഹിന്ദു ഭക്തരുണ്ടല്ല സംഖ്യകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് അവിടെയുള്ള ഓരോ ക്ഷേത്രത്തിലും. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഇതെങ്ങാനും നമ്മളെ കേരളത്തിലെ ശബരിമലയിൽ അങ്ങാനാണെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ ക്യൂ ഉണ്ടെങ്കിലുണ്ടല്ല സംഖ്യകൾ ഇവിടെ ഉണ്ടല്ല വിപ്ലവം ഉണ്ടാക്കാറുണ്ട്. ഇത് നേരെ മറിച്ച് സംഖ്യകൾ ഭരിക്കുന്ന സ്ഥലത്തായോണ്ട് സംഖ്യക്കുണ്ടല്ലോ ഒരു കുഴപ്പം, അവിടെ ഹിന്ദുക്കൾ എന്ത് അനുഭവിച്ചാലും സംഖ്യക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ അടുത്തതായിട്ട് ഒരു അതിമനോഹരമായ വീഡിയോ കാണിച്ചുതരാം. ഈ വീഡിയോ ഉണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായ വൈറലാണ്. ഇത് വേറെ എവിടത്തെയും വീഡിയോ അല്ലട്ടാ, നമ്മളെ ബംഗാൾ ഒരു അതിമനോഹരമായ വീഡിയോ. അതായത് ബംഗാളിലുണ്ടല്ലോ BJP ഭരണത്തിൽ വരാൻ വേണ്ടി പരമാവധി
പരമാവധി പ്രസംഗിച്ചിരുന്നൊരു ചേച്ചി ഉണ്ടല്ല, അവിടെ BJP ഉണ്ടല്ല, അവർ ഭരണത്തിൽ വന്നപ്പം ആ ചേച്ചിന്റെ കടയുണ്ടല്ല, ആ കട അങ്ങ് പൊളിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആ ചേച്ചിയുടെ BJP എന്തായാലും ഭരണത്തിൽ വന്നേ പറ്റുന്ന പറഞ്ഞ ആ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചുതരാം. അതിനുശേഷമുള്ള ആ ചേച്ചി പൊട്ടിക്കരുന്ന വീഡിയോ കാണിച്ചുതരാം. दीदी के ऊपर भरोसा नहीं है, दीदी के ऊपर से भरोसा उठ गया। तो किससे भरोसा है? मोदी जी के पे भरोसा है। കണ്ടല്ലോ, ആ ചേച്ചിക്കുണ്ടല്ല, ദീദി ഉണ്ടല്ല, ദീദി വരുവേ വേണ്ട, അവനുണ്ടല്ല മോദിജിന്റെ ടീം വേണ്ടെന്നാണ് ആ ചേച്ചി പറയുന്നത്. ഇനി നമുക്കുണ്ടല്ല ഈ ചേച്ചി പറഞ്ഞ പോലെ ബംഗാളില് BJP ഉണ്ടല്ല, BJP അധികാരത്തിൽ വന്നപ്പം ചേച്ചിയുടെ കടയില്ലേ, ആ കടയങ്ങ് പൊളിച്ചപ്പോ ചേച്ചി കരയുന്ന പൊട്ടിക്കരയുന്ന മനോഹരമായ ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. परेशान कर दिया मोदी ने, और क्या कर ही रहा है, हम ही कर रहे हैं जैसे तैसे, हमें पता है ना। अपने बच्चे को पेट भर रहे हैं, पता है ना हम कैसे अपना गुजारा कर रहे हैं, उनने तो कह दिया उठा दे। കണ്ടല്ലോ, BJP ഉണ്ടല്ല ബംഗാളിൽ അധികാരത്തിൽ കയറിയിട്ട് 1 മാസമായിട്ടുള്ളൂ. 1 മാസമാകുമ്പോഴത്തേക്ക് ഹിന്ദുക്കളുടെ അവസ്ഥയുണ്ടല്ല, ഹിന്ദുക്കളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനിയും ബംഗാളിലുണ്ടല്ലോ 5 വർഷം BJP പറഞ്ഞിട്ടുണ്ടല്ല 5 വർഷം കിടക്കുന്നു. അപ്പൊ ഹിന്ദുക്കളുടെ അവസ്ഥ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഗോവധം നിരോധിക്കാൻ വേണ്ടി പശുവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആരാ പൊട്ടേന്നറിയാം, അവിടെ പൊട്ടതും ഹിന്ദുക്കൾ തന്നെയാണ്. അതായത് അവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞ് ഈ പെരുന്നാളിനുണ്ടല്ല നമുക്ക് പശുവിനെ വേണ്ട, നമ്മളുണ്ടല്ല ആടില്ലേ, ആടിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അതോടുകൂടി പെരുന്നാളിന് വേണ്ടിയിട്ടുണ്ടല്ല ലക്ഷങ്ങൾ മുടക്കിയിട്ട് പോത്തിനെയും പശുവിനെയും വാങ്ങിയ ഹിന്ദുക്കളുണ്ടല്ല, ഹിന്ദുക്കൾ മൊത്തം അവിടെ കിടന്ന് കരയുന്നു. ഇതൊക്കെയാണ് ബംഗാളിലുള്ള BJP വന്നാലേ പറ്റൂ, BJP വന്നാലേ പറ്റും തൊട്ട് കരഞ്ഞാടുന്ന ഹിന്ദുക്കളില്ലേ, ഹിന്ദുക്കളുടെ അവിടുത്തെ അവസ്ഥ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടുണ്ടല്ല അതിമനോഹരമായ ഒരു വീഡിയോ കാണിച്ചുതരാം. ഇത്തരം വീഡിയോകളുണ്ടല്ല നമ്മളെ ഭാരതത്തെ വിദേശ രാജ്യങ്ങളുടെ മുന്നിലുള്ള തല ഉയർത്തിക്കൊണ്ട് നാണം കെടുത്തുന്ന വീഡിയോ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇല്ലേ, ഇന്ത്യൻ റെയിൽവേയുടെ അതിമനോഹരമായ ഒരു വീഡിയോ. भाई ट्रेन का पहले एक बार जनरल कोच और एसी कोच दोनों देखना। ये देख लो भाई, एसी कोच में कैसे है भाई साहब, मुझे पता है कि लोगों के पास टिकट जनरल का होगा या फिर जो भी हो, आप देख सकते हैं क्राउड से। एसी कोच का हाल एक बार देख लो, ये भाई देखो एसी कोच का हाल। अब भाई एसी कोच देख लिया, एक बार जनरल कोच देखना भाई, बिलीव नहीं करोगे। ये देखो भाई कितना खतरनाक तरीके से ये लोग यात्रा कर रहे हैं। ये देखना भाई, ये भाई साहब, भाई ये देखो भाई, बिल्कुल जानवर की तरह ये लोग यात्रा कर रहे हैं। ये देखो दोस्तों, अबे यार ये देखो दोस्तों, जनरल कोच का हाल देख लो। अरे भाई साहब, ट्रेन पकड़ाएगी तो फिर चढ़ोगे कहां से भी भाई, कहीं जगह ही नहीं है जो दौड़ रहे हो, कोई जगह नहीं भाई, ट्रेन देख लो। ഈ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ടല്ല AC കോച്ചാണ്, രണ്ടാമത് കാണിച്ചത് ജനറലും. രണ്ടും ഒരുപോലെ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ട്രെയിനിന്റെ പുറത്തുണ്ടല്ല ഇതാണ് അവസ്ഥയെങ്കിൽ ട്രെയിനിന്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? അതായത് നമ്മുടെയൊക്കെ നാട്ടില് ട്രെയിനിന്റെ അവസ്ഥയുണ്ടല്ല ഇത്രയും ദയനീയമായിട്ട് പോലും BJP സർക്കാരിലെ അവർക്കെതിരെ ഒരു സമരം പോലും ആരും നടത്തുന്നില്ല. ഇതിന് വേണമെങ്കിൽ സംഖ്യകൾ എന്താ പറയുന്നറിയാം, ഇതിന്റെയൊക്കെ പിന്നിലും ട്രംപ് തന്നെയാണ്, അല്ലെങ്കിൽ ഹോർമസ് കടലെടുക്കില്ലേ അതാണെന്ന് വരെ പറയൂ. ഇങ്ങനെയുള്ള സംഖ്യകൾ തന്നെയല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിലുണ്ടല്ല BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നത്. ആ സംഖ്യകളൊക്കെ എന്താ വിചാരിക്കുന്നറിയാം, ഈ കിട്ടുന്ന സൗകര്യമില്ലേ അത് തന്നെ ഔദാര്യമാണെന്നാണ് ആ സംഖ്യകൾ വിചാരിക്കുന്നത്. അത്ര ആൾക്കാരുണ്ടല്ല പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് BJPക്കെതിരെ തിരിക്കണമെങ്കിൽ എത്രമാത്രം പണിയുണ്ട് നിങ്ങൾ ആലോചിക്കട്ടെ. ഇതുപോലുള്ള എത്രയെത്ര ദയനീയമായ കാഴ്ചകൾ റോഡരികിലും പല സ്ഥലങ്ങളിലും എത്രയെത്ര ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ BJP ഭരിച്ചിട്ടും വീണ്ടും BJP തന്നെ വിജയിക്കുന്നു. എന്തിന് ഉത്തരേന്ത്യന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചില്ലേ, പെട്രോൾ വില വർദ്ധിച്ചിട്ട് കേരളത്തിലെ ഭയങ്കര ബോധവും വിവരമെന്ന് പറഞ്ഞ കേരളത്തിലെ സംഖ്യയിലെ ഒരു ശരാശരി സംഖ്യ അടിമയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തന്നില്ലേ. കേരളത്തിലെ ഒരു സംഖ്യ ഉണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ തലയിൽ മൊത്തം ചാണകമുള്ള ഉത്തരേന്ത്യയിലെ സംഖ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? എന്തൊക്കെയായാലും CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടിയിലെ യുവാക്കളുടെ പാർട്ടി അതൊക്കെ വളർന്നു വരുമ്പോഴല്ല ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴെന്തായാലും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.